നമസ്കാരം. വിരാള രുചിക്കളത്തിലേക്ക് സ്വാഗതം. വിരാള രുചിക്കളത്തിൻ്റെ ഓണ വിഭവങ്ങളുടെ പരമ്പര തുടരുകയാണ്. ഇന്ന് 11ാമത്തെ ഐറ്റമാണ്. 11ാമത്തെ ഐറ്റം പൈനാപ്പിൾ പച്ചടിയാണ്. അല്ലേ പങ്കാളി? അതെ, ഞാൻ വിനോദാണ്. കൂടെ പങ്കാളി രാധിക. പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിന് നമുക്ക് പൈനാപ്പിൾ വേണം, തൈര് വേണം, പച്ചമുളക് വേണം, തേങ്ങ, കടുക്, ജീരകം. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ എടുക്കുന്ന സമയത്ത് പറയാം. ഈ പച്ചടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കടുകാണ് കേട്ടോ. അതിനാണ് ഈ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ. പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അരച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടത് 1/2 കപ്പ് ചിരകിയെടുത്ത ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങയാണ് കേട്ടോ. പിന്നെ വേണ്ടത് കടുക് 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ കടുക്. പിന്നെ ജീരകം 1/4 ടീസ്പൂൺ. ഓക്കെ. പച്ചമുളക് 3 എണ്ണത്തിൽ 1 എണ്ണം മതി നമുക്ക് അരയ്ക്കാൻ. മറ്റേ 2 എണ്ണം പൈനാപ്പിൾ വേവിക്കുന്ന സമയത്ത് ഇടാനാണേ. അപ്പം ഇത് മഷി പോലെ അരയണം. അപ്പം ഞാൻ ഈ പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് അരച്ചിട്ട് വരാം. ഓക്കെ. പങ്കാളി പൈനാപ്പിൾ 1 കപ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ടേ, ചെറിയ കഷ്ണങ്ങളാക്കിയത്. എന്നാൽ ഞാനിവിടെ തേങ്ങ അരച്ച് മഷി പോലെ അരച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് കൂടുതൽ വെള്ളം ഒഴിച്ച് അരക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഇരുന്നാൽ മതി കേട്ടോ. ഇനി തൈരും കൂടെ അടിച്ചു വെച്ചിട്ട് ഒന്ന് അടിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് കുക്കിംഗ് നടക്കാം. തൈര് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒറ്റ അടി അടിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ പോവാം. ഇനി നമ്മൾ പൈനാപ്പിള് വേവിക്കാൻ പോവാണേ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 കപ്പ് പൈനാപ്പിൾ ചെറിയ ഇതായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നത് അതിടുക. പച്ചമുളക് അറ്റം പിളർന്നത് 2 എണ്ണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഉപ്പാണ് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കി പിന്നെ പറയാം. ഓക്കെ. ഇത് വേവാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 തൊട്ടൊരു 1/4 ടീസ്പൂൺ 1/4 കപ്പ്. 1/2 കപ്പ് എന്ന് പറഞ്ഞു. 1/2 കപ്പ് ചിലപ്പോൾ. ഓക്കെ, 1/2 കപ്പ് വെള്ളം മതിയാവും. ഓക്കെ. ഇനി ഇതൊന്ന് വേവട്ടെ. നമുക്ക് അടച്ചു വെക്കാം. ഈ വെള്ളം മുഴുവനും വറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ കോക്കനട്ട് പേസ്റ്റ് ചേർക്കാൻ. അപ്പം നന്നായിട്ട് വറ്റട്ടെ. ഇച്ചിരി സമയം നമ്മൾ ഇതിന് കൊടുക്കണം. ഇത് എന്നിട്ട് വേണം ഇത് ചേർക്കാൻ. ഓക്കെ. നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നമുക്ക് പൈനാപ്പിൾ വെള്ളം എല്ലാം വറ്റി നല്ല അത്യാവശ്യം നന്നായി വെന്ത് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. കാരണം ഇതിന്റെ വെള്ളം നിന്നാലേ നമ്മുടെ കറി ലൂസായി പോകും. പച്ചടി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങ അരപ്പ് കടുകാണ് കാണുന്നത്. അത് നമ്മൾ ജീരകവും ചേർത്ത അരപ്പ് നമ്മൾ ചേർക്കാൻ പോവാണേ. ഈ സമയം ഫ്ലെയിം താഴ്ത്തി വെച്ചേക്കുക. ഓക്കെ. ഇത് ഒത്തിരി ചൂടിലിട്ട് തിളപ്പിക്കരുത്. നന്നായിട്ട് നമ്മുടെ അരപ്പ് ഒരുപാട് അങ്ങ് തിളയ്ക്കണ്ട. ഒന്ന് ചൂടായാൽ മതി. തേങ്ങയുടെ അരപ്പുകളൊക്കെ ഒത്തിരി തിളച്ചാൽ കൊള്ളില്ല. ഈ സമയം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തു. 1/2 ടീസ്പൂൺ അപ്പം മൊത്തം 1 ടീസ്പൂൺ. ഇനി നമുക്ക് തൈരൂടെ ആഡ് ചെയ്യാനുണ്ടേ. അതും കൂടെ കണക്കാക്കിയാണ് ഇപ്പോൾ നമ്മൾ ഇട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയിട്ട് പോരെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എങ്ങാനും ഇട്ട് കൊടുക്കും. ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാകട്ടെ. തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അല്ലെങ്കിൽ ഒരു ചെറിയ തിള വേണമെങ്കിൽ വരാം, അത്രേ ഉള്ളൂ. ഒത്തിരി ഇട്ട് തിളപ്പിക്കുക. അതിന് ചെറിയ ഫ്ലെയിമിലിട്ടാൽ നന്നായിട്ട് ഈ പതുക്കെ തിള വന്നിട്ടുണ്ടേ. വേണ്ട, അത് മതി. ഒത്തിരി തിളയ്ക്കണ്ട. ഇനി നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. കാരണം തൈര് ഇടുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിരിയാൻ സാധ്യതയുണ്ട്. തൈര് തിളയ്ക്കരുത്. തൈര് തിളയ്ക്കരുത്. ഈ ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് ഒരു എന്താ പറയുന്നത്, 1 മിനിറ്റ് ഇരിക്കട്ടെ. എന്നിട്ട് തൈര് ചേർത്താൽ മതി, അല്ലെങ്കിൽ പിരിയാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പ് ഒന്നുകൂടെ നോക്കണം. പോരെങ്കിൽ അപ്പം നമുക്ക് ആഡ് ചെയ്യാം. ഈ പൈനാപ്പിൾ പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കാരണം ഈ ഇതിൻ്റെ ഒരു മധുരവും തൈരിൻ്റെ പുളിയും എല്ലാം കൂടെ ഒരു സുഖമുള്ള ടേസ്റ്റാണ്.
നമ്മുടെ വീട്ടില് പൈനാപ്പിൾ പച്ചടി ഓണത്തിന് മാത്രമേ ചെയ്യുള്ളൂ. കാര്യം എന്താ വെച്ചാല് അപ്പൊ ഒരു പ്രത്യേക സദ്യ കഴിക്കാൻ ഒരു പ്രത്യേക ഒരു സന്തോഷം. കാരണം വേറെ ഒരു ദിവസം ഇത് ചെയ്യത്തില്ല. അങ്ങനെ ചില വിഭവങ്ങളുണ്ട് ഓണത്തിന് മാത്രം ചെയ്യുന്ന വിഭവങ്ങൾ. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് ഇത് പതുക്കെ അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ല ഒരു കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തും കൂടെ എടുക്കുക. കുറേശ്ശെ വെച്ച് നല്ല ക്രീമി ആയിട്ടുള്ള പച്ചടി റെഡി. കുറച്ച് തണുത്തിട്ടേ തൈര് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു. ഈ കടുക് അരയ്ക്കുന്നതുകൊണ്ട് ഈ പച്ചടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണേ. കടുക് അരയ്ക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. അതെ. നമ്മുടെ പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിട്ടാൽ മാത്രം മതി. ഇതിന് തിളയ്ക്കൊന്നും വേണ്ട. ആ കറിയുടെ ഒരു ചൂടുണ്ടല്ലോ അത് മതി. ഓക്കെ. അതേ നമ്മൾ വറുത്ത് താളിക്കാനുള്ളതെല്ലാം താളിച്ച് സാധാരണ താളിക്കുന്ന പോലെ തന്നെയാണ്. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അത്രേ ഉള്ളൂ. അത് നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഭയങ്കര ടേസ്റ്റ് ആണ്. എന്താണെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വിഭവം നാളെ ബീട്രൂട്ട് പച്ചടിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.